ട്രേഡിംഗ് ഏരിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യുകയാണ്. ഡൗ ജോൺസ് 238 പോയിൻറ്റ് നെഗറ്റീവാണ്. S&P ഫ്ലാറ്റായിട്ട് ട്രേഡ് ചെയ്യുന്നു. നസ്ഡാക്ക് 113 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. യൂറോപ്യൻ മാർക്കറ്റും ഒരു മിക്സഡ് ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി 45 പോയിൻറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. മിക്കവാറും ഒരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യത ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്ക് ഡോജി ക്യാൻഡിലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആ ഒരു ഏരിയയിലെന്ന് പറയുന്നത് സെല്ലേഴ്സും ബയേഴ്സും എന്ന് പറയുന്നത് രണ്ടുപേരും ആക്റ്റീവാണ്. മാർക്കറ്റിനെ മുകളിൽ നിന്ന് സെല്ലേഴ്സ് താഴെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ബയേഴ്സ് മാർക്കറ്റിനെ അവിടെ നിന്ന് സ്ട്രോങ് സപ്പോർട്ട് കൊടുത്ത് നിർത്തുന്നുണ്ട്. മാർക്കറ്റ് അവിടെ ഒരു കൺസോൾട്ടേഷൻ ഏരിയ കൂടിയാണ്. 2 ദിവസവും ഡോജി ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം കഴിഞ്ഞ 2 ദിവസവും എനിക്ക് തോന്നുന്നു തിങ്കളും ചൊവ്വയും ഒക്കെ നമുക്ക് നാരോ CPR ആയിരുന്നു. ഇന്ന് നിഫ്റ്റിയുടെ സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. ചൊവ്വയും ബുധനും നാരോ CPR ആയിരുന്നു. ഇന്നും നാരോ CPR തന്നെയാണ് വരുന്നത്. മാർക്കറ്റ് പക്ഷേ കഴിഞ്ഞ 2 ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ ട്രെൻഡിങ് ഒന്നും ഉണ്ടായിട്ടില്ല. മാർക്കറ്റ് 2 സൈഡിലോട്ടും ചെറിയ മൂവ്മെൻറ്റ് തന്നു കഴിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ്, ചെറുതായിട്ട് താഴോട്ട് പോകുന്നുണ്ടെങ്കിലും. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഈ ഒരു ഹൈ, ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ഹൈയോ അല്ലെങ്കിൽ ലോ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഒരു കൺഫേം ആയിട്ടൊരു ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. മാർക്കറ്റിൽ വലിയൊരു ഇന്നലെ ക്ലോസിങ്ങിന് മുന്നേ ഏകദേശം ഒരു അവസാനത്തെ 1 മണിക്കൂറിൽ നല്ലൊരു ബൈയിങ് പ്രഷർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ. അതിൽ നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏരിയയാണിത്. ഒരു സ്ട്രോങ് സപ്പോർട്ട് ഈ ഒരു ഏരിയയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വന്നെങ്കിലും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് പോയി 2 പ്രാവശ്യം ഇവിടെ നിന്ന് റിജക്ഷൻ വന്നു. മുകളിലോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടിയിട്ടില്ല. ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആയിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ 26,112 താഴോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ വർക്കാകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ടാർഗറ്റ് പറഞ്ഞിരുന്നത് 26,014 പക്ഷേ മാർക്കറ്റ് ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു ഫേക്ക് ബ്രേക്കൗട്ട് താഴോട്ട് തന്നിട്ടാണ് മാർക്കറ്റ് തിരിച്ച് വീണ്ടും ആ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് അകത്ത് കയറിയിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് സെല്ലേഴ്സ് താഴെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഇവിടെ സ്ട്രോങ് ബൈയിങ് പ്രഷറുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ഒരു ബൈയിങ് പ്രഷർ മാർക്കറ്റിൽ നിൽക്കുന്നത്. മാർക്കറ്റ് ഇതിനെ താഴോട്ട് കൊണ്ടുപോയിട്ടുള്ള 26,112 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ്. അതിൻ്റെ താഴോട്ട് മാർക്കറ്റിനെ കൊണ്ടുപോകാണ്ട് തന്നെ ക്ലോസിങ്, അതിൻ്റെ മുകളിൽ തന്നെ മാർക്കറ്റ് ഒരു ക്ലോസിങ് തന്നിട്ടുണ്ട്. അവിടെ ഒരു ബയേഴ്സ് സ്ട്രോങ് ആയിട്ട് ആക്റ്റീവ് ആയിട്ടുള്ളതിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് അവിടെ ഒരു ക്ലോസിങ് മുകളിലോട്ട് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഈ ലെവൽസിൽ ഒരു മാറ്റവും ഇല്ല. 26,189 തന്നെയാണ് ഇന്നത്തെയും ബ്രേക്കൗട്ട് ഏരിയ. ഇത് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ടൊരു റാലിക്ക് സാധ്യതയുണ്ട്. 26,189 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ ഫസ്റ്റ് ടാർഗറ്റ് 26,280 ആണ്. 26,280 പിന്നെ സെക്കൻഡ് ടാർഗറ്റ് 26,338. ഇതിനിടയ്ക്ക് 15 മിനിറ്റിൻ്റെ ഈ ഒരു ബ്രേക്കൗട്ടിനോടൊപ്പം തന്നെ നമ്മുടെ ഇൻട്രാഡേ ലെവൽസ് കൂടെ നോക്കണം. ഇന്നലെ മാർക്കറ്റ് ഇവിടെ 15 മിനിറ്റിൽ നമുക്ക് ക്ലോസിംഗ് വന്നെങ്കിലും ഇൻട്രാഡേ ലെവൽസ് 5 മിനിറ്റിലുള്ള ഇൻട്രാഡേ ലെവൽസ് ഇതിൻ്റെ താഴെയായിരുന്നു. അവിടെ നിന്നാണ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിപ്പോയത്. അപ്പം പലരും മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു ഇവിടെ 15 മിനിറ്റ് ബ്രേക്കായി താഴോട്ട് പോകുന്നു. പക്ഷേ അപ്പോൾ നമുക്ക് അവിടെ 5 മിനിറ്റിൻ്റെ സപ്പോർട്ട് ഏരിയൻ്റെ താഴെയായിരുന്നു. അതുകൊണ്ടാണ് താഴോട്ട് എൻട്രി എടുക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ട് താഴോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടിയെങ്കിലും ഇവിടെയും ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറിയത്. അപ്പം 15 മിനിറ്റിൻ്റെ ചാർട്ട് നോക്കുന്നതിനോടൊപ്പം തന്നെ 5 മിനിറ്റിൻ്റെ ഇൻട്രാഡേ ലെവൽസ് കൂടെ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. താഴോട്ട് ഇന്നലത്തെ ഈ ഒരു ഏരിയ തന്നെയാണ് 26,112 ബ്രേക്കൗട്ട് കിട്ടിയാൽ മിക്കവാറും ഇവിടെ ഒരു ബൈയിങ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇന്ന് ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ എങ്കിലും കൃത്യമായിട്ട് നോക്കുക. ഈ ഒരു ഏരിയയിൽ ചിലപ്പം ഒരു ബൈയിങ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു 15 മിനിറ്റ് ഇവിടെ മാർക്കറ്റ് താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 26,000 ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ നോക്കുക, 26,112 പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ മിക്കവാറും വർക്കാകാൻ സാധ്യതയുണ്ടെന്ന്. ഇതിന് താഴെയാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ 26,112 താഴെയാണ് ഒരു ഓപ്പണിംഗ് ഗ്യാപ് ഡൗൺ വരുന്നതെങ്കിൽ മാർക്കറ്റ് മിക്കവാറും ആദ്യത്തെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ 26,000 മാർക്കറ്റ് ചിലപ്പോൾ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. എന്നാലും ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കണം. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രാഡേ ലെവൽസിൽ ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കുക. ഫസ്റ്റ് 5 മിനിറ്റിലൊരു റിവേഴ്സ്, ഒരു ഗ്യാപ് ഡൗൺ ഇതിന് താഴെ 26,112 താഴെ ഒരു ഗ്യാപ് ഡൗൺ വന്നിട്ട് ആദ്യത്തെ 5 മിനിറ്റിൽ റിക്കവർ ആകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് ഒരു റാലിയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് 5 മിനിറ്റ് നോക്കുക. ഇതിന് താഴെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ 26,000 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. നമുക്ക് 5 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. 5 മിനിറ്റിൽ ഇന്നലെ ഗ്യാപ് ഡൗൺ ആയിരുന്നു. മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിട്ട് ഫസ്റ്റ് നമ്മുടെ ആ ഒരു സപ്പോർട്ട് തന്നെയാണ് 2 പ്രാവശ്യം. ആദ്യത്തെ 5 മിനിറ്റും സപ്പോർട്ട് എടുത്ത് കയറി, പിന്നെ വീണ്ടും താഴെ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് കയറി. മുകളിൽ CPR റെസിസ്റ്റൻസ് ആയിരുന്നു. CPR എന്നാണ് പിന്നെ റിജക്ഷൻ വന്നത്. ഏറ്റവും താഴത്തെ ലെവൽസ് ഇതായിരുന്നു, 26,096. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴെ 2 ലെവൽസ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാറുണ്ട്. ഏതെങ്കിലും ഒരു ലെവൽസ് തന്നിട്ട് മുകളിലോട്ടും താഴോട്ടും ആരോ ഇട്ടിട്ട് കാണാം. അപ്പം പലരും ചോദിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നതെന്ന്. നമ്മളിപ്പം ഒരു 26,171 ബ്രേക്കൗട്ട് കിട്ടിയാൽ മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ടെന്ന് പറയുമ്പോൾ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് നോക്കുക. 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബ്രേക്കൗട്ടാണ്. ആ ക്യാൻഡിലിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് എടുക്കാം. അല്ല ഫസ്റ്റ് റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ്. ഇപ്പം ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രേഡ് എടുക്കുമ്പോൾ ഇപ്പം മാർക്കറ്റ് മുകളിലോട്ട് കയറുമ്പോഴാണ് നമ്മൾ ഈ ഒരു ലെവലിൽ തരുന്നത് 26,171. അപ്പോൾ ഇവിടെ ട്രേഡ് എടുക്കുന്നവർ, താഴോട്ട് പുട്ട് ഓപ്ഷൻ എടുക്കുന്നവർ ഈ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് നോക്കുക. ഈ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് ഈ ലെവലിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ SL ഇട്ടിട്ട് താഴോട്ട് എൻട്രി എടുക്കുക. അല്ല ഇത് ബ്രേക്കൗട്ട് കിട്ടി മുകളിലാണ് ക്ലോസിങ് വരുന്നതെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഇടുക. അപ്പം ചെറിയ സ്റ്റോപ്പ് ലോസേ വരത്തുള്ളൂ. 5 മിനിറ്റിൻ്റെ ബ്രേക്കൗട്ട് നോക്കുക, ഈ ഒരു ലെവലും നോക്കുക. അവിടെ വരുന്ന 5 മിനിറ്റ് കൃത്യമായിട്ട് എങ്ങോട്ടാണോ ബ്രേക്കൗട്ട് കിട്ടുന്നത് അതിൻ്റെ താഴെ SL ഇട്ടിട്ട് മുകളിലോട്ട് എൻട്രി എടുക്കുക. അല്ലെങ്കിൽ റെഡ് ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ മുകളിൽ SL ഇട്ടിട്ട് താഴോട്ട് എൻട്രി എടുക്കുക. അപ്പം പലരും ചോദിക്കാറുണ്ട്, പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, പുതിയ ആൾക്കാർക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. അപ്പം ശ്രദ്ധിക്കുക. ഇന്ന് നാരോ CPR ആണ്, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നാരോ CPR ആണ്. ഓക്കെ, 26,127 തൊട്ട് 26,136 വരെയാണ് CPR വരുന്നത്. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി കൂടിയാണ്. 26,127 തൊട്ട് 136 വരയ്ക്കും ഏകദേശം 9 പോയിൻറ്റിൻ്റെ CPR ആണ്. മാർക്കറ്റ് ചിലപ്പോൾ ഗ്യാപ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ ഇതിന് താഴെ ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട്. ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കുക. ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ CPRന് മുകളിൽ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് മുകളിലോട്ടൊരു റാലിക്ക് സാധ്യതയുണ്ട്. ഇന്നലെ കൃത്യമായിട്ട് നമുക്ക് അവസാനത്തെ 1 മണിക്കൂറിൽ ഇവിടെ നല്ല ബൈയിങ് പ്രഷർ വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയ സ്ട്രോങ് ബയ്യേഴ്സാണ്. സ്ട്രോങ് ബൈയിങ് പ്രഷർ വന്നിട്ടുണ്ട്. അതേ ബൈയിങ് പ്രഷർ മാർക്കറ്റിൽ നിലവിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ വന്നാലും ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് റിക്കവർ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അഥവാ മാർക്കറ്റ് റിക്കവർ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ സെല്ലേഴ്സ് വീക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ ബയ്യേഴ്സ് വീക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് 26,008 മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇതിനിടയ്ക്കുള്ള ലെവൽ എന്ന് പറയുന്നത് 26,079, 26,068. അപ്പോൾ ഈ 2 ലെവൽ നോക്കുക. ഇവിടെ സെല്ലേഴ്സ് ബയ്യേഴ്സ് വീക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് കിട്ടിയാൽ 26,000 വരയ്ക്കും താഴോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. മുകളിലോട്ട് 25 മിനിറ്റിൽ ഫസ്റ്റ് 5 മിനിറ്റിൽ തന്നെ CPR ബ്രേക്കൗട്ട് കിട്ടി മുകളിലൊരു ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ 26,195, 26,200 വരയ്ക്കും മാർക്കറ്റ് കയറി വരും. അതായത് ഇന്നലത്തെ ഈ ഒരു ഹൈ മെനഞ്ഞാന്ന് മാർക്കറ്റ് ക്ലോസിങ് വന്ന ആ ഹൈയിൽ തന്നെയാണ് ഇന്നലെ 2 പ്രാവശ്യം മാർക്കറ്റ് വന്ന റിജക്ഷൻ വന്നത്. ഈ ഒരു ലെവൽ ഇന്ന് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ 26,195, 26,200 പ്രധാനപ്പെട്ട ഒരു ലെവലാണ്. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ
26 251, 26 261 വരേക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.